तव कथामृतं तप्तजीवनं कविभिरीडितं कल्मषापहम् श्रवणमङ्गलम् श्रीमदादतं भुवि गृह्णन्ति ते भूरिदा जना तव कथामृतं तप्तजीवनं कविभिरीडितं कल्मषापहम् श्रवणमङ्गलम् श्रीमदादतं भुवि गृह्णन्ति ते भूरिदा जना അല്ലേ ഗുരുവായൂരപ്പ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആത്മസഖിമാരായിട്ടുള്ള ഗോപികമാർ പറയുന്നു, അല്ലേ ഗുരുവായൂരപ്പ, അവിടുത്തെ കഥകൾ, തവ കഥ, അതെങ്ങനെയുള്ളതാ? തവ കഥ അമൃതം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ചരിതങ്ങൾ, ശ്രീകൃഷ്ണ ലീലകൾ, അത് അമൃത് തന്നെയാണ്. തപ്തന്മാരായിട്ടുള്ള ആളുകളെ, തപ്ത ജീവനം, അങ്ങേയറ്റം താപത്തിൽ മുഴുകുന്നവരായ ആളുകളെ ജീവിപ്പിക്കുന്നതാണ്, അവരുടെ താപത്തെ ശമിപ്പിക്കുന്നതാണ് അവിടുത്തെ ചരിതങ്ങൾ. ഇവിടെ ഗോപികമാർ അത് പറയുമ്പോൾ തപ്തജീവനം എന്നുദ്ദേശിക്കുന്നത് സംസാര സന്തപ്തന്മാരായിട്ടുള്ള ആളുകൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ചരിതങ്ങളെ ആശ്രയിക്കാറുണ്ട്, വർണ്ണിച്ചിട്ട് ആ സംസാരത്തിൽ നിന്നുണ്ടാകുന്നതായ താപത്തെ മറികടക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഗോപികമാർ ഉദ്ദേശിക്കുന്ന ആത്യന്തികമായ അർത്ഥം സംസാര താപത്തെ അല്ല. അവരവിടെ ഉദ്ദേശിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പനെ പിരിഞ്ഞിട്ട് അവർക്കുണ്ടായതായ ആ വിരഹതാപത്തെ ശമിപ്പിക്കുന്നത് അവിടുത്തെ ചരിതങ്ങളാണ് എന്നാണ്. പ്രേമിക്കുന്നവരെ, ഭഗവാനെ പ്രേമിക്കുന്നവർക്ക് എന്ത് ദുഃഖമുള്ളത്, എന്ത് താപമുള്ളത്? അവർക്ക് താപമുണ്ട്. ഭഗവാനെ പിരിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്നതായ താപം, വിരഹതാപം, ആ താപത്തെ ശമിപ്പിക്കുന്നതിനും ഭഗവാന്റെ ചരിതങ്ങളാണ്, ഭഗവാന്റെ കഥകളെയാണ് ഭഗവാനെ പ്രേമിക്കുന്നവരും ആശ്രയിക്കുന്നവരും. സംസാര സന്തപ്തന്മാരായിട്ടുള്ള ആൾക്കാർ ആ സംസാരത്തിൽ നിന്നുണ്ടായതായ താപത്തെ ശമിപ്പിക്കുന്നതിനും ഭഗവാന്റെ കഥകളെ ആശ്രയിക്കാറുണ്ട്. അതിനപ്പുറം ഭഗവാനിൽ പരമമായ പ്രേമമുള്ള ആളുകളും ഭഗവാനിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്നതായ സമയത്ത്, സന്ദർഭങ്ങളിൽ ഭഗവാന്റെ ചരിതങ്ങളെ കീർത്തിച്ചും കേട്ടും അവർക്കുണ്ടായതായ ആ താപത്തെ, വിരഹതാപത്തെ ശമിപ്പിക്കാറുണ്ട്. ശ്രീല രൂപ ഗോസ്വാമി അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ വിദഗ്ധമാധവം, ലളിതമാധവം, ആ ലളിതമാധവം അത് എഴുതുന്നതിന് ആമുഖമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ശ്രീല രൂപ ഗോസ്വാമിയോട് ശ്രീ മഹാദേവൻ സ്വപ്നത്തിൽ വന്ന് ശീല രൂപഗോസ്വാമിയോട് ആവശ്യപ്പെടുന്നുണ്ട്, അങ്ങ് കൃഷ്ണൻ്റെ അതിമധുരങ്ങളായിട്ടുള്ള ലീലകളെ നാടകരൂപേണ രചിച്ച്
അപ്രകാരം നാടകരൂപേണ അതിനെ രചിച്ചിട്ട് അത് ഭക്തന്മാരുടെ മുന്നിൽ ഭക്തന്മാരത് ആവിഷ്കരിക്കുമ്പോൾ ഭക്തന്മാരെല്ലാം മറന്നിട്ട് ഭഗവാനെ പ്രേമിക്കുന്ന ആളുകൾ മറ്റെല്ലാം മറന്ന് ഭഗവാന്റെ ലോകത്തേക്ക് പെട്ടെന്ന് എത്തിച്ചേരും. അങ്ങനെ ശ്രീമതി രാധാറാണിയെയും ശ്രീകൃഷ്ണനെയും പിരിഞ്ഞതുകൊണ്ട് അവർക്ക് സംഭവിച്ചതായ ആ താപത്തെ ഒട്ടൊന്ന് ശമിപ്പിക്കുന്നതിന് അവർക്ക് സാധിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ചരിതങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം അതുതന്നെയാണ്. ഭഗവാനെ പ്രേമിക്കുന്ന ആളുകൾക്ക് ഉണ്ടായതായ ആ വിപ്രലംഭാവസ്ഥയിൽ ഉണ്ടായതായ താപത്തെ ശമിപ്പിക്കുന്നതിന് ഭഗവാന്റെ ചരിതങ്ങൾ സഹായിക്കുന്നുണ്ട്. അതാണ് ഗോപികമാര് പറഞ്ഞത് തവ കഥാമൃതം തപ്ത ജീവനം കവിഭിരീഡിതം. കവികൾ ആരാ? സത്യത്തെ അറിഞ്ഞ ആൾക്കാരാണ്, ഭഗവാനെ പ്രേമിക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ കവികൾ. കവിത്വം, സംഗീതം ഇതൊക്കെ എങ്ങനെ കിട്ടുള്ളൂ? ത്യാഗരാജസ്വാമികൾ പറയും സംഗീതജ്ഞാനമു ഭക്തി വിന. വെറുതെ ഈണത്തിൽ പാടിയതുകൊണ്ട് ഭക്തി സംഗീതമാവില്ലത്. സമ്യക്കാകും വണ്ണമുള്ള ഗീതമാകണമെങ്കിൽ അതിൽ ഭക്തിരസം, ഭഗവാനോടുള്ള പ്രേമം അതിൽ അന്തർധാരയായിട്ടുണ്ടാവണം. അതുപോലെ തന്നെയാണ് കവിത്വം സംസിദ്ധമാകുന്നത് എപ്പോഴാണോ ഇതെല്ലാം ആത്യന്തികമായി സകല കലകളുടെയും സാരം ശ്രീ ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ഭഗവത് പ്രേമം തന്നെയാണ് സകല കലകളുടെയും. അത് ചിത്രകല ആയിക്കൊള്ളട്ടെ, നൃത്തമായിക്കൊള്ളട്ടെ, വാദ്യങ്ങൾ മുഴക്കുന്നതായിക്കൊള്ളട്ടെ, സാഹിത്യമായിക്കൊള്ളട്ടെ, എന്തും ഭഗവത് പ്രേമത്തെ പരിപോഷിപ്പിക്കുന്നതാണ്. ഭഗവാനോട് ഭക്തി ഇല്ലാണ്ട് ഇതൊന്നും ശോഭിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞ ഗോപിക കവിഭിരീഡിതം, കവികളാൽ കീർത്തിക്കപ്പെടുന്നതാണ് അവിടുത്തെ കഥാമൃതം. അത് അമൃതാണ്. അമൃതം എന്ന് പറയാൻ അത് കാലാതിവർത്തിയാണ്, ശാശ്വതമായിട്ടുള്ളതാണ്, നിത്യമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ അത്യധികം മാധുര്യമുള്ളതുമാണ്. അതുകൊണ്ടാണ് തവ കഥാ അമൃതം. അത് പാനം ചെയ്യുന്നവനെ മധുരരസത്തിലേക്ക് അത് ആഴ്ത്തുന്നു, നിത്യതയിലേക്ക് നയിക്കുന്നു. കവികളാൽ കീർത്തിക്കപ്പെടുന്നതാണ് കവിഭിരീഡിതം. പിന്നെയോ കൽമഷാപഹം. ദോഷങ്ങളുള്ളവർക്ക്, അനർത്ഥങ്ങൾ ആളുകളിൽ ഉണ്ടെങ്കിൽ ആ അനർത്ഥങ്ങളെ മുഴുക്കെ ഇല്ലാതെയാക്കുന്നതാണ് കൽമഷാപഹം. പിന്നെ ശ്രവണമംഗളം, കേൾക്കുന്ന മാത്രയിൽ തന്നെ മംഗളത്തെ നൽകുന്നതാണ്. കേവലം ശ്രീ ഗുരുവായൂരപ്പന്റെ ചരിതങ്ങൾ കേൾക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് മംഗളത്തെ നൽകുന്നതിന് ആ കഥകൾക്കുള്ള സാമർഥ്യമുണ്ട്. ഭഗവാന്റെ കഥകൾക്ക് സാമർഥ്യമുണ്ട്. കേൾക്കുന്ന മാത്രയിൽ തന്നെ ശ്രവണമംഗളം ശ്രീമത്തായിട്ടുള്ളതാണ്. അതാരാണോ വിസ്തരിച്ച് പറയുന്നത്, ശ്രീ ഗുരുവായൂരപ്പന്റെ ചരിതങ്ങൾ ഒരിക്കലും സമയം നോക്കിയിട്ട്, കാലം നോക്കി ചുരുക്കി പറയാനുള്ളതല്ല. എത്രത്തോളം ഭഗവാനെ കുറിച്ച് എത്രത്തോളം വിസ്തരിച്ച് പറയാൻ സാധിക്കുമോ അത്രത്തോളം വിസ്തരിച്ച് പറയുക തന്നെ വേണം. ശ്രീമദ് ആദത്തം. അപ്രകാരം ആരാണോ ശ്രീമത്തായിട്ടുള്ള കവികളാൽ കീർത്തിക്കപ്പെടുന്നതായ സകല കൽമഷങ്ങളെയും ദൂരീകരിക്കുന്നതായ, കേൾക്കുന്ന മാത്രയിൽ തന്നെ മംഗളം നൽകുന്നതായ അവിടുത്തെ കഥാമൃതത്തെ ആരാണോ വിസ്തരിച്ച് ലോകത്തിന് നൽകുന്നത് അവരാണ് യഥാർത്ഥത്തിൽ ദാനം ചെയ്യുന്ന ആൾ. ഭൂരിതാ ജന. അവര് അല്പമാത്രം ദാനം ചെയ്യുന്ന ആളുകളല്ല. യഥാർത്ഥത്തിൽ മഹത്തായിട്ടുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള ദാനം എന്താ നൽകുന്നത്? ഏതാ ദാനം? അന്നദാനം, കന്യകാദാനം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അതൊന്നുമല്ല. ഭഗവത് കഥകളെ വർണ്ണിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക. അതാണ് ഭഗവാനോട് അങ്ങേറ്റം പ്രേമമുള്ളവരായിട്ടുള്ള ഗോപികമാർ പറഞ്ഞു. അവരാണ് ഭൂരിതാജന. വാസ്തവത്തിൽ വാക്കുകൾ ആവിർഭവിച്ചിട്ടുള്ളത് ഭഗവാനെ കീർത്തിക്കാൻ തന്നെയാണ്. ശ്രീ ഗുരുവായൂരപ്പനെ കീർത്തിക്കുന്നതിനുള്ളതാണ് വാക്കുകൾ.
വാക്കുകളെ കൊണ്ട് സദാ സർവലോക രമ്യനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പനെ കീർത്തിക്കുക തന്നെ വേണം. അത് നളകൂപര മണിഗ്രീവന്മാർ പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവത്തിൽ. വാക്കുകൾ എന്തിനുള്ളതാ? അവിടുത്തെ കീർത്തിക്കുന്നതിന്. ആ സതുദ്ദേശത്തോടു കൂടിയിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ചില ലീലകൾ തവ കഥാമൃതം എന്ന പേരിൽ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഭഗവാൻ ചെയ്തതായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അതിമധുരങ്ങളായിട്ടുള്ള ഭക്തവാത്സല്യം കൊണ്ട് അങ്ങേയറ്റം പ്രകാശിക്കുന്നതായ ചില ലീലകൾ അത് വാക്കുകളിലൂടെ ഇവിടെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുന്നു. മേളസദ്യ. ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന് കൊടിയേറിയിരിക്കുന്നു. വില്വമംഗലം ഭഗവത് ദർശനത്തിന് ഗുരുവായൂരെത്തി. എങ്ങും ഉത്സവത്തിളക്കം. ഭഗവത് പരിചാരകന്മാർ തലങ്ങും വിലങ്ങും ഓടി നടന്ന് സേവ ചെയ്യുന്നു. ഒരു ദിക്കിൽ പ്രസാദ ഊട്ടിനായി സംഭരിച്ചിട്ടുള്ള കായ്കറികൾ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നു. പച്ചക്കറികൾ നുറുക്കുന്നതിനും ഇല തുടയ്ക്കുന്നതിനുമായി ധാരാളം പേർ. ആനപ്പന്തിയിൽ തലയെടുപ്പുള്ള കൊമ്പന്മാർ നിരന്നു നിൽക്കുന്നു. ഭഗവത് ദർശനത്തിനെത്തിയവർ തിക്കി തിരക്കി നാലമ്പലത്തിനുള്ളിലേക്ക് കടക്കുന്നു. വില്വമംഗലം നാലമ്പലവും മുഖമണ്ഡപവും കടന്ന് ശ്രീലകത്തേക്ക് നോക്കി. നിറഞ്ഞു കത്തുന്ന വിളക്കുകൾക്കിടയിൽ കണ്ണൻ്റെ കമനീയ വിഗ്രഹം മാത്രം. തനിക്ക് എപ്പോഴും പ്രത്യക്ഷ ദർശനമേകാറുള്ള കാർമേഘവർണ്ണനെ അവിടെ കണ്ടില്ല. എവിടെ പോയി? വില്വമംഗലത്തിന് ആശങ്കയായി. കുസൃതികളുടെ കലവറയാണ് കണ്ണൻ. ഈ ഉത്സവത്തിരക്കിൽ എവിടെയോ ചെന്ന് നിൽക്കുന്നുണ്ടാവും. അന്വേഷിക്കുക തന്നെ. അദ്ദേഹം പുറത്തേക്കിറങ്ങി. കരിങ്കല്ലു പാകിയ പ്രദക്ഷിണ വഴിയിലൂടെ കണ്ണനെ അന്വേഷിച്ചു നടന്നു. കൊടിമരച്ചുവട്ടിൽ വലിയ ചെമ്പു നിറയെ കുസൃതി നിറഞ്ഞ കുന്നിക്കുരുമണികൾ. അത് വാരിക്കളിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടോ? വില്വമംഗലത്തിൻ്റെ കണ്ണുകൾ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. ഇല്ല, അവിടെയില്ല. കണ്ണുകൾ മടങ്ങി. ആനക്കൊട്ടിലിൻ്റെ വലിയ കരിങ്കൽ തൂണുകൾക്ക് പുറകിൽ എവിടെയെങ്കിലും ഒളിഞ്ഞു നിൽക്കുന്നുണ്ടോ? കണ്ണുകൾ അങ്ങോട്ടേക്കും ഓടിച്ചെന്നു. ഇല്ല, അവിടെയുമില്ല. തുലാഭാരത്തട്ടിന് സമീപം ആളുകൾ കൂടി നിൽക്കുന്നു. ആ കൂട്ടത്തിനിടയിൽ തിരുമുടിമാലയും പീലിക്കതിരും ഒന്ന് തിളങ്ങിയ പോലെ എത്തി നോക്കി. ഇല്ല, അവിടെയുമില്ല. കൂട്ടം കൂടി സഞ്ചരിക്കുന്ന ഭക്തന്മാർക്കിടയിൽ അതാ ഒരു മയിൽപ്പീലി നൃത്തം ചെയ്യുന്നു. തിടുക്കത്തിൽ അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്നു. ഇല്ല, ഗുരുവായൂരപ്പന് ചമഞ്ഞൊരുങ്ങുവാൻ വേണ്ടി അവരിൽ ഒരാൾ കൊണ്ടുവന്ന മയിൽപ്പീലിയാണത്. തിരുമുടിയിൽ തിളങ്ങുന്ന പീലിയല്ല. കൂത്തമ്പലത്തിൻ്റെ മരയഴികൾക്കിടയിലൂടെ കുസൃതി നിറഞ്ഞ താമരക്കണ്ണുകൾ തന്നെ ഉറ്റുനോക്കുന്നുണ്ടോ? നടപ്പ് നിർത്തി വില്വമംഗലം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. തൻ്റെ തോന്നലാവാം. പക്ഷേ ഒളിച്ചിരിക്കാൻ പറ്റിയ ഇടമാണ് കൂത്തമ്പലം. ഉള്ളിൽ കയറി നോക്കുക തന്നെ. പടവുകൾ കയറി വില്വമംഗലം കൂത്തമ്പലത്തിനുള്ളിൽ ചെന്ന് നോക്കി. ഇല്ല, കൂത്തമ്പലത്തിലുമില്ല. വീണ്ടും പ്രദക്ഷിണ വഴിയിലൂടെ
നാലമ്പലത്തിൻ്റെ തെക്കേ വാതിൽ മാടത്തിലൂടെ തിടപ്പള്ളിയിലേക്ക് ഒന്നെത്തി നോക്കി. തയ്യാറായി കഴിഞ്ഞ പാൽപ്പായസം കൊതി സഹിക്കാതെ നിവേദ്യത്തിന് മുമ്പ് തന്നെ കട്ടുകുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ? ഇല്ല, തിടപ്പള്ളിയിലുമില്ല. എവിടെ പോയി ആ നന്ദസൂനു? എവിടെ പോയി യശോദയുടെ വാത്സല്യഭാജനം? എവിടെ പോയി ഗോപീജന വല്ലഭൻ? എവിടെയാ രാധാകാന്തൻ? വില്വമംഗലം വിരഹാതുരനായി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒളിച്ചിരിക്കാൻ സ്വയം നിശ്ചയിച്ചാൽ ആ വെണ്ണക്കള്ളനെ ആർക്കെങ്കിലും കണ്ടെത്താനാകുമോ? പടിഞ്ഞാറെ നടയിലെ പ്രദക്ഷിണ വഴിയും പിന്നിട്ട് വില്വമംഗലം വടക്കുവശത്ത് എത്തി. ഊട്ടുപുരയിൽ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. പാത്രങ്ങൾ കൂട്ടിമുട്ടുന്നതിൻ്റെയും ചട്ടുകം കൊണ്ട് ചെമ്പിൽ ചോറ് തട്ടിയിടുന്നതിൻ്റെയും ശബ്ദം. ആ ശബ്ദങ്ങൾക്കിടയിൽ തനിക്ക് ചിരപരിചിതമായ ആ മഞ്ജീരധ്വനി കേൾക്കുന്നത് പോലെ വില്വമംഗലം കാതോർത്തു. നിവേദ്യച്ചോറിൻ്റെയും കാളൻ്റെയും പാൽപ്പായസത്തിൻ്റെയും മോരിൻ്റെയും സുഗന്ധത്തിനിടയിലൂടെ കടന്നുവന്ന് ചിരപരിചിതമായ കുറിക്കൂട്ടുകളുടെയും വനമാലയുടെയും അലൗകിക സുഗന്ധം തന്നെ ഊട്ടുപുരയിലേക്ക് പിടിച്ചു വലിക്കുന്നു. വില്വമംഗലം ഊട്ടുപുരയിലേക്ക് കടന്നു ചെന്നു. മേളക്കാർക്കുള്ള സദ്യ നടക്കുകയാണ്. അവിടെ വിളമ്പുകാർക്കിടയിൽ അതാ മയിൽപീലിയും വനമാലയും അണിഞ്ഞ് മതിമോഹന രൂപൻ, രത്നങ്ങൾ തിളങ്ങുന്ന പൊന്നരഞ്ഞാണത്തിനിടയിൽ ഓടക്കുഴൽ തിരികിയിട്ടുണ്ട്. വലത്തെ കണങ്കാലിൻ്റെ സൗന്ദര്യം വ്യക്തമാക്കും വിധം മഞ്ഞപ്പട്ടിൻ്റെ താഴത്തെ അറ്റം ഒന്ന് മടക്കി അരയിൽ തൊടുത്തു വച്ചിരിക്കുന്നു. കാളൻ നിറച്ചിട്ടുള്ള പാത്രം ഒരു കയ്യിൽ, മറുകൈയിൽ വിളമ്പുന്നതിനുള്ള മരത്തവി. അണിഞ്ഞിട്ടുള്ള രത്നവളകളും മോതിരങ്ങളും ഊട്ടുപുരയിലെ മുക്കിലും മൂലയിലും പ്രകാശകിരണങ്ങൾ വാരിക്കോരി വർഷിക്കുമ്പോൾ അതിമധുരമായി പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് മേളക്കാർക്ക് കാളൻ വിളമ്പുന്ന കാർമേഘവർണ്ണൻ. വില്വമംഗലം ഓടിച്ചെന്നു. വില്വമംഗലത്തെ കണ്ടതും മനം മയക്കും വിധം ഒന്ന് ചിരിച്ചിട്ട് ഭഗവാൻ ഊട്ടുപുരയിൽ നിന്നും അപ്രത്യക്ഷനായി. വില്വമംഗലം സസംഭ്രമം നാലമ്പലവും മുഖമണ്ഡപവും കടന്ന് സോപാനത്തിലെത്തി. അകത്ത് അതാ നിൽക്കുന്നു കൃപാസിന്ധുവായ കൃഷ്ണൻ. വില്വമംഗലം ചോദിച്ചു, ഭഗവാനെ, അവിടുത്തേക്ക് എണ്ണം തികഞ്ഞ എത്രയോ സേവകന്മാരുണ്ടായിരിക്കെ കാളൻ വിളമ്പുന്നതിന് ഊട്ടുപുരയിൽ ചെല്ലേണ്ട കാര്യമുണ്ടായിരുന്നു. എൻ്റെ ഉത്സവം ഭംഗിയാക്കുന്നതിനെല്ലാം മറന്ന് കൊട്ടിത്തിമിർക്കുന്ന ഈ മേളക്കാർക്ക് എൻ്റെ കൈകൊണ്ട് തന്നെ സദ്യ വിളമ്പിയില്ലെങ്കിൽ എനിക്ക് തൃപ്തിയാവില്ല വില്വമംഗലം. ഭക്തവത്സലൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രാധേ രാധേ.